ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുതൽ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ദിവസം നേരത്തെയാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിക്കുന്നത്. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവസാന അറിയിപ്പ് വന്നിട്ടുണ്ട്. ഓരോ കാർഡിനും എന്തെല്ലാം വിഹിതങ്ങളാണ് ലഭിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഓണക്കിറ്റ് വാങ്ങാൻ ഇനിയും 2 ദിവസത്തെ അവസരമുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കിടക്കാം. ജൂലൈ മാസത്തേതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതങ്ങളും കൂടുതൽ ദിവസത്തേക്ക് നീട്ടി നൽകിയില്ല. അത് അവസാനിച്ചു. 2-ാം തീയതിയായിരുന്നു ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതങ്ങൾ ആരംഭിച്ചത് എങ്കിൽ ഇന്ന് മുതൽ, അതായത് സെപ്റ്റംബർ 1 മുതൽ തന്നെ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ ആരംഭിക്കുകയാണ്. വളരെ സങ്കടകരമായിട്ട് പറയട്ടെ, കിറ്റ് ഇനി നമുക്ക് ഇല്ല. ഓണക്കിറ്റ് വാങ്ങാത്ത ആളുകൾക്ക് 3-ാം തീയതി വെള്ളിയാഴ്ച വരെ വാങ്ങാവുന്നതാണ്. മറ്റൊരു കിറ്റും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനിയൊരു കിറ്റ് ക്രിസ്മസിന് പ്രതീക്ഷിച്ചാൽ മതി, അല്ലെങ്കിൽ ലോക്ക്ഡൗൺ വരേണ്ടി വരും. അതിനു മുമ്പ് ഒരു കിറ്റ് കിട്ടാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ കിറ്റ് അവസാനിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന്, നീല വെള്ള റേഷൻ കാർഡിനുള്ള സ്പെഷ്യൽ അരി, അത് 5 കിലോ കുറച്ചിട്ടുണ്ട്. നമ്മൾ മുഴുവൻ ഒഴിവാക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്തായാലും സന്തോഷമുണ്ട്, 5 കിലോ എങ്കിലും കിട്ടുന്നുണ്ടല്ലോ. മാസം അത് തീരെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതോടൊപ്പം തന്നെ നീല വെള്ള റേഷൻ കാർഡിനുള്ള ഓരോ കിലോ ആട്ട കുറച്ചിട്ടുണ്ട്. വെള്ള റേഷൻ കാർഡ് നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന 4 കിലോ അരിയിൽ 1 കിലോ അരി കുറച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കുറവുകൾ വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണെണ്ണ ഈ മാസം ഇല്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 3 മാസത്തിലൊരിക്കലാണ് ഇപ്പോൾ മണ്ണെണ്ണ ഉള്ളത്. കഴിഞ്ഞ മാസം സ്പെഷ്യൽ മണ്ണെണ്ണ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ മാസം മണ്ണെണ്ണയുമില്ല. എല്ലാ റേഷൻ കാർഡിനും വിഹിതങ്ങളിൽ വൻ കുറവുണ്ട്. എങ്കിലും എല്ലാ റേഷൻ കാർഡിനും ലഭിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാമെന്ന് കൃത്യമായിട്ട് നോക്കാം. ആദ്യം മഞ്ഞ റേഷൻ കാർഡിന് എവൈ അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്ന മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുന്ന സാധനങ്ങൾ 30 കിലോ അരിയും 4 കിലോ ഗോതമ്പും 1 കിലോ ആട്ടയും 1 കിലോ പഞ്ചസാരയുമാണ് ലഭിക്കുക. പഞ്ചസാരയ്ക്ക് 21 രൂപയും ആട്ടയ്ക്ക് 6 രൂപയും റേഷൻ കാർഡുള്ള ആളുകൾ നൽകേണ്ടി വരും. ഇതുകൂടാതെ കേന്ദ്രവിഹിതമായി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി പ്രകാരമുള്ള അരി, അത് ഒരു വ്യക്തിക്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും ലഭിക്കും. പിങ്ക് റേഷൻ കാർഡിന് PHH പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ട പിങ്ക് റേഷൻ കാർഡിന് ലഭിക്കുന്നത് ഓരോ അംഗത്തിനും, കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും ഇത് കാർഡിൽ ലഭിക്കും. അതിന് 2 രൂപ നൽകേണ്ടി വരും. അതിൽ മൊത്തം ലഭിക്കുന്ന 1 കിലോ ഗോതമ്പ് കുറച്ച് പകരം ഒരു ആട്ട നൽകും. അതിന് 8 രൂപ നൽകേണ്ടി വരും. കൂടാതെ സൗജന്യമായി ഇതേ രൂപത്തിൽ തന്നെ 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും കേന്ദ്രവിഹിതമായിട്ടും ലഭിക്കുന്നതാണ്. അത് ഓരോ അംഗത്തിനും ലഭിക്കും. അങ്ങനെ ഓരോ അംഗത്തിനും 8 കിലോ അരിയും 2 കിലോ ഗോതമ്പുമാണ് പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുക. കൂടുതൽ അംഗങ്ങളുടെ പിങ്ക് കാർഡിനാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. നോൺ പ്രയോറിറ്റി സ്റ്റേറ്റ് സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ താലൂക്കിലെ ലഭ്യതക്കനുസരിച്ച് 1 മുതൽ 3 വരെ ആട്ട ലഭിക്കും. കഴിഞ്ഞ മാസം അത് 4 വരെ ആട്ടയായിരുന്നു. അതിന് 17 രൂപ നൽകേണ്ടി വരും. 15 രൂപ നിരക്കിൽ 5 കിലോ അരി സ്പെഷ്യലായിട്ടും നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കും. വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1 മുതൽ 3 വരെ കിലോ അരി ലഭിക്കും. അതിന് 10 രൂപ 90 പൈസ നൽകേണ്ടി വരും. 17 രൂപ നിരക്കിൽ 1 മുതൽ 3 വരെ ആട്ട, അത് താലൂക്കിലെ ലഭ്യതയ്ക്കനുസരിച്ചാണ് ലഭിക്കുക. കൂടാതെ സ്പെഷ്യൽ അരി 5 കിലോ 15 രൂപ നിരക്കിലും വെള്ള റേഷൻ കാർഡിന് ലഭിക്കും. മൊത്തം 8 കിലോ അരിയും 3 ആട്ടയുമാണ് വെള്ള റേഷൻ കാർഡിന് ലഭിക്കുക. വേറൊന്നും ഈ ഒരു മാസം ലഭിക്കുകയില്ല. മറ്റൊന്ന് ബ്രൗൺ റേഷൻ കാർഡാണ്, സ്ഥാപനം റേഷൻ കാർഡ്. അതിൽ ഒരു അംഗമാണ് ഉണ്ടാവുക. അവർക്ക് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 1 ആട്ട 17 രൂപ നിരക്കിലും അതുമാത്രമാണ് ലഭിക്കുക. ഈ ഒരു രൂപത്തിലാണ് ഓരോ റേഷൻ കാർഡിനും വിഹിതങ്ങൾ ലഭിക്കുക. പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇനി ഓരോ റേഷൻ കടയിലും ഓരോ താലൂക്കിലെയും ലഭ്യത അനുസരിച്ച് അരിയുടെ ഇനത്തിൽ വ്യത്യാസമുണ്ടാകാം. അട്ടരി, കുത്തരി, പുഴുങ്ങലരി, പച്ചരി എന്നൊക്കെ പറയുന്നത് പോലെ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് നിങ്ങളെ കൃത്യമായിട്ട് വരും വീഡിയോകളിലൂടെ അറിയിക്കുന്നതാണ്. ഇപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഓരോ കാർഡിനും ഇങ്ങനെയാണ് സാധനങ്ങൾ ലഭിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ചെറിയൊരു വ്യത്യാസം, 5 കിലോ സ്പെഷ്യൽ അരി അധികമുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെയാണ്. പിന്നെ നാളെയാണ് വിതരണം തുടങ്ങുക എന്ന് പറഞ്ഞത്, ഇന്ന് തന്നെ തുടങ്ങി എന്നുള്ളതുമാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.